എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഗൾഫിലേക്ക് വേക്കൻസികൾ വന്നിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, പുതിയ വേക്കൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. പെരുന്നാളിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് പുതിയ ജോലി ഒഴിവുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഒമാനിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. കൂടാതെ സൗദി അറേബ്യയിലെ ഒരു ഡെലിവറി കമ്പനിയിലേക്കും ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. രണ്ട് ജോലികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് സെയിൽസ്മാൻ, ബുച്ചർ, ഫിഷ് കട്ടർ, സൂപ്പർവൈസർ, അതേപോലെ തന്നെ റിസീവർ എന്നീ പോസ്റ്റുകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഫ്രീ വിസയാണ്. അതായത് വിസയ്ക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഉണ്ടാവില്ല എന്നാണ്. ഓരോ ജോലികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ്. ഇവിടെ 150 ഒമാൻ റിയാൽ മുതൽ 180 ഒമാൻ റിയാൽ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ഏകദേശം ഒരു 38,000 ഇന്ത്യൻ രൂപ മുതൽ 47,000 ഇന്ത്യൻ രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ സാലറി കമ്പനി തീരുമാനിക്കുക. ഫുഡ്, നോൺ ഫുഡ്, ഇലക്ട്രോണിക്സ്, ഡെലി, ഫ്രോസൺ, ബേക്കറി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, വെജിറ്റബിൾ എന്നീ സെക്ഷനുകളിലേക്കാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുള്ളത്. അപ്പോൾ അതായത് സെക്ഷനുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. ഇവിടെ ഗ്രോസറി, ഫുഡ്, നോൺ ഫുഡ്, ഫ്ലോർ എന്നീ സെക്ഷനുകളിലേക്കാണ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. 200 മുതൽ 250 ഒമാൻ റിയാൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഏകദേശം ഒരു 62,000 ഇന്ത്യൻ രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. 12 പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് 60 പേരെയുമാണ് ആവശ്യമുള്ളത്. അടുത്ത വേക്കൻസി ഫിഷ് കട്ടർ, ബുച്ചർ പോസ്റ്റുകളിലേക്കാണ്. 12 വീതം പേരെയാണ് ഇവിടെ ഈ ഒരു പോസ്റ്റുകളിലേക്കായിട്ട് ആവശ്യമുള്ളത്. 150 മുതൽ 200 ഒമാൻ റിയാൽ വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഏകദേശം 38,000 രൂപ മുതൽ 50,000 ഇന്ത്യൻ രൂപ വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അല്ലെങ്കിൽ അവസാനത്തെ വേക്കൻസി റിസീവർ എന്നൊരു പോസ്റ്റിലേക്കാണ്. 150 മുതൽ 180 ഒമാൻ റിയാൽ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ഏകദേശം 45,000 ഇന്ത്യൻ രൂപക്കുള്ളിലായിരിക്കും സാലറി. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല. 12 പേരെയാണ് റിസീവർ എന്ന പോസ്റ്റിലേക്കായിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പോസ്റ്റുകളിലേക്കും, അതായത് സെയിൽസ്മാൻ പോസ്റ്റ് ആയിക്കോട്ടെ, റിസീവർ പോസ്റ്റ് ആയിക്കോട്ടെ, ഫിഷ് കട്ടർ, ബുച്ചർ, സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളായിക്കോട്ടെ, എല്ലാ പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. 21-നും 35-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ മാത്രമേ എല്ലാ പോസ്റ്റുകളിലേക്കും പരിഗണിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ബേസിക് അറബി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫ്രീ വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ ടിക്കറ്റ് കാര്യങ്ങൾ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. അതേപോലെ കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇത്. നമുക്ക് ഈ വീക്കിൽ തന്നെയാണ്, അതായത് 7-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇതിന് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള 21-നും 35-നും ഇടയിൽ പ്രായമുള്ള അതാത് മേഖലയിൽ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു തരിക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു രീതിയിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ജോലി നേടാം ഏറ്റവും മികച്ച സാലറിയോടെ. സൗദി അറേബ്യയിലെ ഹങ്കർ സ്റ്റേഷൻ എന്ന കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതിനുശേഷം GCCയിലെ ലൈസൻസ് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്. എന്താണെങ്കിൽ തന്നെ ഇതിലേക്ക് അത്യാവശ്യം നമ്പർ ഓഫ് ഏകദേശം ഒരു 50ഓളം പേരെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ലൈസൻസ് ഉള്ളവരെയും ഏത് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പോലും ഇവിടെ പരിഗണിക്കും എന്നതിൽ സംശയമില്ല. 40 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല. നിങ്ങൾ SSLC ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാണെങ്കിലും അതില്ലാത്ത വ്യക്തിയാണെങ്കിലും ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി സാലറി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സാലറി 3000 സൗദി റിയാൽ ആണ്. കൂടാതെ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സാലറി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് ഒരു മാസം നിങ്ങൾ 600 ഡെലിവറി
ചെയ്യേണ്ടതായിട്ടുള്ള ടാർഗറ്റിൻ്റെ അത്യാവശ്യം നമ്പർ ഒരു ഹൈ ലെവൽ ഡെലിവറി തന്നെയാണ്, സംശയമില്ല. പക്ഷേ നിങ്ങൾ 600 ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3000 സൗദി റിയാൽ സാലറി കിട്ടും. അതിന് പുറമെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും, അപ്പോൾ ഇനിയും 600 ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ സാലറി കട്ട് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും. ആ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് കമ്പനി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയമെല്ലാം ഇൻ്റർവ്യൂ സമയത്ത് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ജോലിയുടെ ബാക്കി പ്രൊസീജിയറിലേക്ക് കടന്നാൽ മതി. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് വരെ, ആ പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള, അതായത് വിസ പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്കുള്ള സംശയം കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള 21-നും 40-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായി 95 39 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. ഒമാനിലെയും സൗദിയിലെയും ഈ 2 കമ്പനികളിലേക്ക് ഏതെങ്കിലും കമ്പനിയിലേക്ക് ജോലി ഒഴിവിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.